ആലുവയിൽ മകൻ അമ്മയെ പീഡിപ്പിച്ച സംഭവം ഞെട്ടിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ. പോലീസ് ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെട്ട് കർശന നടപടി സ്വീകരിച്ചത് അഭിനന്ദനാർഹമെന്നും അവർ പറഞ്ഞു. കേസിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിച്ച വിചാരണ തുടങ്ങണമെന്നും പി.കെ. ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. പീഡനത്തിനിരയായ അമ്മയെ സന്ദർശിച്ച ശേഷമായിരുന്നു ശ്രീമതി ടീച്ചറുടെ പ്രതികരണം. അമ്മ നേരിട്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ പരാതിയിലായിരുന്നു പോലീസ് അതിവേഗം നടപടി സ്വീകരിച്ചത്. പരാതിയിൽ കേസെടുത്ത ആലുവ പോലീസ് മകനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ലഹരിക്കടിമയായ മകൻ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നുവെന്നും ഇത് സഹിക്കാനാകാതെ വന്നതോടെയാണ് പരാതി നൽകുന്നതെന്നും അമ്മ പോലീസിനോട് പറഞ്ഞിരുന്നു. പീഡനത്തിനിരയായ അമ്മയെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ സന്ദർശിച്ചു. തുടർന്ന് ആലുവ റൂറൽ എസ്.പി, ഡിവൈഎസ്പി, ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരെയും ശ്രീമതി ടീച്ചർ നേരിൽ കണ്ടു. ഞെട്ടിക്കുന്ന സംഭവമാണിതെന്നും പോലീസ് ഗൗരവത്തോടെ വിഷയത്തിലിടപെട്ട് കർശന നടപടി സ്വീകരിച്ചത് അഭിനന്ദനാർഹമാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഇത് മയക്കുമരുന്നിന്റെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ദുരന്തം എത്ര ഭീകരമായിരിക്കും എന്നതിനുള്ള ഒരു കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. CI ഇക്കാര്യത്തിൽ നല്ല നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കേസ് ട്രയൽ ചെയ്യുന്നതിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനധികം താമസം ഉണ്ടാവില്ല. കേസിൽ പ്രതിയായ യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതേസമയം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.